സമയം അച്ഛൻ ഉണ്ടായിരുന്ന ടൈമില് മോന്റെ ആഗ്രഹം എന്തായിരുന്നു? എന്താവണം? ഒരു ആഗ്രഹവും ഇല്ല. കാരണം വേണ്ടല്ല, എനിക്ക് അപ്പാപ്പ കിട്ടുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഒരു ആഗ്രഹം, ഒരു സംഭവം ഇല്ലായിരുന്നു. എല്ലാത്തിനും ഭയങ്കരമായിട്ടൊരു സപ്പോർട്ടറായിട്ട് ഒരാളുണ്ട്. ഒന്നിനും പേടിക്കേണ്ട ഒരു കാര്യത്തിനും ആ ഒരു ഇതുണ്ടായിരുന്നു. പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. കിച്ചു സുധി അടിപൊളി. ഈ വീഡിയോകൾ കണ്ടു നോക്കുമ്പോൾ അറിയാം, കാരണം എന്ത് പക്വതയോടുകൂടിയാണ് ഈ കിച്ചു സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അച്ഛൻ മരിച്ചുപോയെങ്കിലും ആ അച്ഛൻ്റെ പേര് ഉയർത്തി കാട്ടുന്ന ഒരു മകനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവർ ഒരുപാട് ചോദ്യങ്ങൾ, അതായത് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവർ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം നല്ല രീതിക്കാണ് കിച്ചു മറുപടി കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു മറുപടി കൊടുക്കാൻ പറ്റട്ടെ. അതായത് രേണുസുതി എന്ന് പറയുമ്പോഴത്തെ രേണുസുതിയുടെ ഓരോരുത്തർ ഓരോന്നിങ്ങനെ ചോദിക്കും. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയാണ് കിച്ചു മറുപടി പറയുന്നത്. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിൻ്റെ രീതിക്കാണ് കിച്ചു സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് രേണുസുധീനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അത് കണ്ടിട്ടില്ല, ഫുള്ളായിട്ട് കണ്ടിട്ട് ഒരു അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ വളരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഇൻവെർട്ടർ ആണ് ഞാൻ. ഇല്ല, നമുക്ക് കുറച്ച് കൊണ്ടുപോകാന്ന് പ്രതീക്ഷിക്കുന്നു. കിച്ചുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണോ ഇത്? അതെ. അത് മായിമച്ചന്റെ കൂടെ ആയത് ഭയങ്കര സന്തോഷം. കാരണം പണ്ടോട്ടേ കാണുന്നുണ്ട് വ്ലോഗും കാര്യങ്ങളും. എന്തായിരിക്കും കിച്ചു? എന്റെ പേര് കിച്ചു, 21 വയസ്സ്. ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടില്ല. ഇപ്പം പെട്ടെന്ന് അറിയപ്പെടണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലെ കൊല്ലം സുധിയുടെ മകനാണ്. ഇപ്പം വ്ലോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഒരു ക്ലോത്തിങ് ബ്രാൻഡൊക്കെ ആയിട്ട് ലൂപ്സി ബൈ കിച്ചു എന്നുള്ളൊരു ബ്രാൻഡൊക്കെ ആയിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൊല്ലം വിട്ട് വേറെ ഏതെങ്കിലും ജില്ലകളിലൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ മിക്കയിടത്തും പോകാറുണ്ട്. അച്ഛൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പം പണ്ടോട്ടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും പരിപാടി അങ്ങനെ എല്ലായിടത്തും മാക്സിമം പോകാറുണ്ട്. എനിക്ക് എല്ലാ മൂമെന്റ്സും അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതായിരുന്നു കൂടുതൽ. കാരണം എന്നെ സന്തോഷിപ്പിക്കാൻ അച്ഛൻ കൂടുതൽ നോക്കുക ആണല്ലേ? അതെ. അപ്പം എന്ത് പറ്റിയാലും ഞാനൊന്ന് വിഷമിക്കരുത്, ആ ഒരു സംഭവം അച്ഛനെപ്പോഴും ഉണ്ട്. സ്റ്റാർ മാജിക് അതിൽ കൂടെയാണ് എല്ലാവരും ഒന്നുകൂടി ഭയങ്കരമായിട്ട് അറിയാൻ തുടങ്ങുന്നത്. പിന്നെ അറിയാം, പക്ഷെ സ്റ്റാർ മാജിക് വന്നപ്പോൾ തൊട്ട് ഒന്നുകൂടി ഫെയിം നല്ല രീതിയിലായി. ഇത് ഒരു കൊറോണ ടൈം വന്ന സമയത്ത് ഒരുപാട് കടവായിപ്പോയി അച്ഛന്. കാരണം അന്നൊരു അച്ഛനൊരു യൂട്യൂബ് ചാനലും തുടങ്ങി, അതിനകത്ത് വെബ് സീരീസ് തുടങ്ങുന്നുള്ളൊരു പ്ലാനായി. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വീട്ടിൽ വിളിച്ചു വരുത്തി, ക്യാമറ എല്ലാ സെറ്റപ്പും. അപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ വെച്ച്. അത് അച്ഛന്റെ പൈസയിലാണോ? അച്ഛന്റെ യൂട്യൂബ് ചാനൽ അതിനകത്ത് ഇട്ടിട്ട് പോകുന്ന അതിന്റെ റവന്യൂ വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ആയി. അപ്പോഴത്തേക്ക് ഈ ആർട്ടിസ്റ്റ് ഇതെല്ലാരും അങ്ങ് അവിടെ തന്നെ വീട്ടിൽ തന്നെ. ആണോ? ഇത്ര 1-2 മാസം എല്ലാരും വീട്ടിൽ തന്നെ. അവരുടെ എല്ലാവരുടെയും കാര്യം നോക്കണം, ഞങ്ങളുടെ കാര്യം നോക്കണം, ആ സമയത്ത് എനിക്കിതൊന്നും ചിന്തിക്കാനുള്ള ഒരു ഇതില്ല. എനിക്ക് 2 ഫേസ് ഉണ്ട്. ഈ ഇരിക്കുന്ന ഞാനല്ലേ. എനിക്ക് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ TV കാണുന്ന സുധിച്ചേട്ടനും വീട്ടിലുള്ള സുധിച്ചേട്ടനും എങ്ങനെയായിരുന്നു? ഒരേപോലെയാണ്. പിന്നെ വിഷമങ്ങൾ വരുമ്പം എന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ഷെയർ ആണല്ലേ? കാരണം ഭയങ്കര കൂടെ എപ്പോഴും ഞാനും അച്ഛനായിരിക്കും ഷൂട്ടിന് പോവുക. അപ്പോഴായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കുള്ള ഒരു ടൈം. അപ്പൊ അതിൽ ഞങ്ങൾ ഒരുപാട് സംസാരിക്കും ഇങ്ങനെ കാര്യങ്ങൾ. ഇപ്പൊ അച്ഛന്റെ വിഷമമാണെങ്കിലും പറയും. എന്റെ മുന്നേ ഇരുന്ന കൂടുതലും കരയുകയൊക്കെ ചെയ്യാം. ഇരിക്കുമ്പോ ഓരോരോ ചിന്തകളാണ് കൂടുതലും. ഇപ്പൊ കുഴപ്പമില്ല വലുതായിട്ട്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത എന്തുവാ? അച്ഛനായിട്ട് ഞാൻ ഒരു വട്ടം ഒരു വഴക്കായിരുന്നു. പക്ഷെ എന്റെ ഒരു മനസ്സിലൊരു സംഭവം എന്ന് വെച്ചാ, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എനിക്ക് തിരിച്ചൊരു സന്തോഷിപ്പിക്കാനായിട്ട് ഒരു കാര്യം പോലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ വെള്ളം അടിച്ചിട്ടൊരു സംഭവം വന്ന് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരമായി. അപ്പൊ അച്ഛനോട് പറയാറുണ്ട് ഇങ്ങനെ കുടിക്കല്ലേ അങ്ങനെ? പറയാറുണ്ട്. അതിപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം. അച്ഛൻ്റെ കൂട്ടുകാരാണേലും അത് കുറച്ചൊരു ഇതായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മാക്സിമം കൺട്രോൾ ചെയ്ത് വെക്കുമായിരുന്നു ഞാൻ ഉണ്ടെങ്കിൽ വലിയായിട്ട് ഇതില്ല. ഞാൻ ഭയങ്കര കൺട്രോൾ ചെയ്ത് നിർത്തും. ഞാൻ അങ്ങനെ ഒരാളാണ്. എനിക്കൊരു ഒന്നും വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ ഒരു കൂട്ടാനെങ്കിലും എൻ്റെ കൂടെ വേണം. അതാണ് എനിക്കിപ്പം മാറ്റിയെടുക്കേണ്ട ഒരു സംഭവം. ഒരു കാര്യം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനിപ്പം ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ എനിക്കൊരു കൂട്ടുകാരോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതെ.
അതിനല്ലേ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. അത് ആര് പറഞ്ഞിട്ടാ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്? അതിങ്ങനെ ഫ്രണ്ട്സും എല്ലാരും കൂടെ അത് എപ്പോഴാ ആ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന്? സ്വന്തമായിട്ട് ഏർണിങ്സ് വേണോന്ന് പറഞ്ഞിട്ടാണ്? അന്ന് ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൊമിനോസിലോ അങ്ങനെയൊക്കെ ജോലിക്ക് പോയി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് ഫോളോവേഴ്സ് ഉണ്ട്. അച്ഛൻ്റെ അടുത്ത് എല്ലാം കിച്ചു ഷെയർ ചെയ്യായിരുന്നു എല്ലാ കാര്യങ്ങളും? എല്ലാ എനിക്ക് ഇപ്പം ഇവനില്ലേ ജയ്ജിത്ത് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുക. അഭിനയ മോഹം അങ്ങനൊന്നുമില്ല ആ ടൈമിൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇപ്പഴാ ഇപ്പം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാണുന്നു, നമ്മള് ഇങ്ങനെ വന്ന് അന്വേഷിക്കുന്നു, കൂടെ ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ അവരൊക്കെ ഉണ്ടോ കൂടെ? ഇല്ല ഇല്ല. വിളിക്കാറോ അന്വേഷിക്കാറൊന്നുമില്ല? ഇല്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇടും. ലക്ഷ്മി ചേച്ചി വല്ലതും ഒക്കെ മെസ്സേജ് ഇടും, അതൊക്കെ ഉള്ളു. അപ്പൊ അച്ഛൻ അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ലേ? അച്ഛന് കാണാം. അച്ഛൻ്റെ ആയിട്ടുള്ള എൻ്റെ അടുത്ത് ഒരു ഇത് കാണത്തില്ലെന്നായിരിക്കും ചിലപ്പം. കാണത്തില്ല എന്നല്ല കേട്ടോ, അവർക്ക് അവരുടെ ആയിട്ടുള്ള തിരക്ക് കാര്യങ്ങൾ കാണും. അച്ഛൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഞാനായിരിക്കും. ആണോ? അത് കഴിഞ്ഞ അച്ഛൻ്റെ വേറെ സെലിബ്രിറ്റി ഫ്രണ്ട്സ് അങ്ങനെ വല്ല? മമ്മൂക്കരോട് സ്റ്റാർ മാജിക്കില് എല്ലാവരും അച്ഛനും അങ്ങനെ ഒരു ആളില്ല. അച്ഛന് എല്ലായിടത്തും അച്ഛനും ഒരുപോലെ ഒരു, അല്ലാതെ ഈ പുള്ളിയെടുത്ത് ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലായിടത്തും ഒരുപോലെ നിൽക്കുക. കിച്ചു ഇൻസ്പയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കിച്ചു മനസ്സിലാക്കിയ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മുടെ കാര്യം നോക്കി പോവുക, അതിനകത്ത് വേറൊരു ലൈഫിലോട്ട് ഇടപെടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവരുടെ കാര്യങ്ങൾ ഇടപെടാതെ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ അങ്ങ് പോകണം. ഇതുപോലെ അഡ്വൈസ് ഒക്കെ തരുമായിരുന്നോ? പറയും. ഇതിനെ പറ്റിയിട്ടാണോ പറയുന്നത്? ഞാൻ ആരെയും വിശ്വസിക്കല്ലേ, ഇങ്ങനെ പൊക്കോണം എന്നൊരു രീതിയിൽ പറയും. എപ്പോഴും നമ്മൾ മാത്രമേ കാണുള്ളൂ, ഈ കാണുന്നവരാരും കൂടെ കാണില്ല, സംഭവമൊക്കെ പറയപ്പോഴും. എല്ലാരും സുധിച്ചേട്ടനെ വെച്ചിട്ടാണ് മോനെ പറയുന്നത്. സുധിച്ചേട്ടന്റെ മകനാണെന്ന് നമ്മളോടൊപ്പം. അങ്ങനെ അറിയാനാണോ ആഗ്രഹം? അതെ, ആണ്. കൊല്ലം സുധിയുടെ മകനെന്ന് അറിയാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ചെയ്തതൊരു തെറ്റായിപ്പോയി, എനിക്കത് ശരിയാക്കിയ കൊള്ളാം എന്ന് തോന്നുന്ന വല്ല കാര്യം വല്ല ഉണ്ടോ? ഇപ്പൊ പറഞ്ഞില്ല, ആ വഴക്കുണ്ടായത് ഒരു ഭയങ്കരമായിട്ടൊരു അച്ഛനുമായിട്ടല്ല, അല്ലാതെ ഇപ്പൊ നോക്കുകയാണെങ്കിലും എല്ലാം ഈ ഇപ്പം വ്ളോഗിങ് തുടങ്ങിയത് എനിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എടുത്ത് ചില സമയത്ത് തോന്നും ഇതൊന്നും വേണ്ടായിരുന്നു, വെറുതെ ആ ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. ഈ ഇതൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ നടക്കില്ലായിരുന്നു. ഞാൻ ഈ പറയുന്നതാണ്, ചില വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും, അപ്പൊ എനിക്കും ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഒക്കെ ആവും. കാണുമ്പോഴും വിഷമം വരും ചില വീഡിയോ കാണുമ്പോൾ. അത് കുറച്ചു നേരത്തേക്ക് ആ വിഷമം കൊണ്ട് അതങ്ങ് ഫീൽ ചെയ്തങ്ങ് തീർക്കുക, അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഒന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഒരു ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സാധനമായിരിക്കും, അത് കിട്ടിയൊരു വലിയൊരു സംഭവം, ചെറിയൊരു വാക്ക് അത് വലിയൊരു കഥയായി മാറും. അത് കാരണം അച്ഛൻ്റെ ചടങ്ങിന് വരെ ഇവര് വന്നിങ്ങനെ നിൽക്കും, രാവിലെ തൊട്ടേ നിൽക്കും. അപ്പൊ സലീം കുമാറിന്റെ ആ ഒരു കണ്ടായിരുന്നു ആ വീഡിയോ, ചന്തു ചൂടാവുന്നത്? കണ്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് തോന്നിയോ ചന്തു? എനിക്ക് ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ ഒരു സമയത്ത് നിന്നപ്പോ എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കാരണം അത്ര ഒരു ചെറിയൊരു സ്ഥലവും അതിനകത്ത് ഇടുങ്ങി നിൽക്കുമോ, ശ്വാസം മുട്ടി വരെ നിൽക്കും. ഇങ്ങനെ ഈ പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടി വരെ ഇങ്ങനെ വീഴാന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുക. അപ്പം ആ ഒരു സമയത്ത് എന്തായാലും ആരാണെങ്കിലും അങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്ത് പോകും. കിച്ചു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി? ഇങ്ങനെയല്ല. ഇതാരാ പഠിപ്പിച്ചെടുത്തത്? സ്വന്തമായിട്ട് വന്നതാ. എനിക്ക് തന്നെ ഉണ്ടായിരുന്നു, സംസാരിക്കണം നല്ലപോലെ, ഒരടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു നല്ലപോലെ സംസാരിക്കാൻ പറ്റണം. ഇതാണ് അടുത്ത വർഷം ആവുമ്പോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഒരു സ്ഥലമെങ്കിലും എങ്ങനെയൊക്കെ ഒന്ന് വാങ്ങണം ഈ പ്രായത്തിൽ. അതാണ് ഒന്ന് ആരും ഇറക്കി വിടാൻ പോകരുത് തന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇറക്കി വിട്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നരുത് നിൽക്കുമ്പോ. സേഫ് പ്ലേസ് എവിടെയാണ്? കൊല്ലം. കൊല്ലമാണ് വീട് സേഫ് ആയിട്ട് നിൽക്കാൻ. കൊല്ലം എന്ന് പറയുമ്പോ കൊല്ലത്ത് എനിക്ക് എവിടെ വേണേലും സേഫ് ആയിട്ട് നിൽക്കാം, കൂട്ടുകാരുള്ളതുകൊണ്ട്. അതൊരു ഭയങ്കര ഒരു ഇതാണ്, എനിക്ക് എവിടെ വേണേലും നിൽക്കാം അവിടെ. കൊല്ലത്ത് എവിടാ വീട്? കൊല്ലം മാടന്നട എന്ന് പറയും. പ്രോപ്പർ കൊല്ലം തന്നെ. ഈ കൊല്ലംകാരെ പറ്റിട്ട് റീലുകളും അതുപോലെ തന്നെ ലേസ് കൊടുക്കാത്തതിന്, പപ്പടം കൊടുക്കാത്തതിന്. പക്ഷെ എന്റെ സലാഡിന്റെ ഒക്കെ റെഡി ഇട്ടിട്ടില്ലേ, അതിന് എന്റെ ഒരു കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു. അത് സംഭവം പറഞ്ഞു വരുമ്പോ വേറെ രീതി വരുന്നതാ. ഈ വേറെ എന്തെങ്കിലും ഒരു കാരണത്തിനായിരിക്കും എന്തെങ്കിലുമൊക്കെ നടക്കുക, പക്ഷെ അത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് സലാഡ് ചോദിച്ചാൽ അടിയുന്നാകും. കൊല്ലം കമ്പയർ ചെയ്യുമ്പോ അത് ശരിയാണോ? കൊല്ലംകാർക്ക് പെട്ടെന്ന് ദേഷ്യം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു? ഇല്ല, ഭയങ്കര സ്നേഹമാണ്. സത്യം പറഞ്ഞാൽ അത് സ്നേഹിച്ച ഭയങ്കരമായിട്ട് സ്നേഹിക്കും. കൊല്ലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അവർ ആ സ്ഥലത്ത് പ്രശ്നം നടന്നെന്ന് പറയൂല, കൊല്ലത്ത് പ്രശ്നം നടന്നേ അവര് പറയൂല. എല്ലാരും അങ്ങനൊന്നുമല്ല,
എങ്കിലും കൊല്ലത്ത് നല്ല നല്ല ഫുഡ് സ്പോട്ട് ഉണ്ട്, അതെ, നല്ല അതെ, മട്ടൻ ഭയങ്കരമായിട്ട് ബിരിയാണി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പിടിച്ചൊരു പയ്യൻ ഒറ്റയ്ക്ക് അവൻ ഒറ്റയാൻ ആന വന്ന് കൂട്ടുകാരമ്പലാണോ അല്ലല്ല ഞാൻ കണ്ടായിരുന്നു അനുഭവം ലാഡിന്റെ ഒരു കൂട്ടുകാരൻ ടെൻഷൻ അടിച്ചു അതുകൊണ്ട് എങ്ങനെയല്ല. ഓക്കെ ഓക്കെ. അവിടെ നൈറ്റ് ലൈഫ് വന്നിട്ടുണ്ട്, വി പാർക്ക് ഒക്കെ വന്നില്ലേ, എന്തോ ഒരു അപ്ഡേറ്റഡ് ആയി. പക്ഷെ എനിക്ക് വലിയ ഇതൊന്നും താല്പര്യമില്ല ഈ പാർക്ക്. എന്തൊരു വി പാർക്ക് താല്പര്യം വേറൊന്നും വിചാരിക്കും, എനിക്ക് അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. ആണോ?